ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് അരിത്തമെറ്റിക് പ്രൊഫഷൻ എന്ന ചാപ്റ്ററിൽ കേസ് സ്റ്റഡി ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എടുക്കുന്നത്. അപ്പോൾ എന്താണെന്നുള്ളത് നോക്കാം. അതായത് എ ലാഡർ ഹാസ് rungs 25 cm apart. The rungs decrease uniformly in length from 45 cm at the bottom to 25 cm at the top. The top and bottom rungs are 2.5 meter apart. Find the number of rungs. What is length of wood required for the rungs? അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ഒരു ലാഡർ, ആ ലാഡറിന് ബോട്ടത്തിൽ നിന്ന് ടോപ്പിലേക്ക് പോകുമ്പോൾ അതിൻ്റെ അതായത് ബോട്ടത്തിൽ 45 ആണെങ്കിൽ ടോപ്പിലെത്തുമ്പോൾ 25 ആവുന്നു. ഈ ഡിസ്റ്റൻസ് നമുക്ക് തന്നിട്ടുണ്ട്. 45 to 25 വരെയുള്ള ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2.5 മീറ്റർ ആണ്. അപ്പോൾ എല്ലാം സെൻറ്റിമീറ്ററിലാണുള്ളത്. അതുകൊണ്ട് 2.5 മീറ്ററിന് നമുക്ക് സെൻറ്റിമീറ്ററിലേക്ക് ആക്കാം. ഇൻറ്റു 100 ചെയ്യുക. അതായത് 2.5 എന്ന് പറഞ്ഞാൽ 5/2 ആണ്. 5/2 ഇൻറ്റു 100, 2.5 ഇൻറ്റു 100, 2.5 ഇൻറ്റു 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 250 സെൻറ്റിമീറ്ററിന് കിട്ടും. ഇനി ഇതിലുള്ള റങ്സിൻ്റെ എണ്ണമാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ അത് നമുക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലെറ്റ് ദ നമ്പർ ഓഫ് റങ്സ് ബി n എന്നെടുത്തു. ഇപ്പോൾ ഇവിടുന്ന് തൊട്ട് ഇവിടം വരെ n നമ്പർ ഓഫ് റൺസ് ഉണ്ട് എങ്കിൽ നമുക്ക്, അതായത് ആ n ആണ് കാണുന്നത്. ഇപ്പോൾ നമ്മൾ റൺസ് ഇങ്ങനെ 3 എണ്ണമാണ് ഉള്ളത് എന്ന് വിചാരിക്കാം. 3 എണ്ണമാണെങ്കിൽ നമുക്ക് ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈ ഗ്യാപ്പ് 25 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്യാപ്പ് 25, അങ്ങനെ ഓരോ റൺസുകൾ തമ്മിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് 25 ആണ്. ഇപ്പം 4 എണ്ണമാണെങ്കിൽ 3 ഗ്യാപ്പാണ് ഉണ്ടാവുക. അപ്പോൾ 3 ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ 3 ഇൻറ്റു 25 ചെയ്ത് കഴിഞ്ഞാൽ 75 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ 25, 25, 25 അങ്ങനെ 75 കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടെ എത്രയാണെന്നറിയില്ല. ഈ ഡിസ്റ്റൻസ് നമുക്ക് 250 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് 25 ഇൻറ്റു n-1 ഈക്വൽ ടു 250. അതായത് 3 എണ്ണമാകുമ്പോൾ നമുക്ക് 4 ഗ്യാപ്പ് ഉണ്ടാവുമ്പോൾ 3 ഇൻറ്റു 25 നമ്മൾ ചെയ്യുന്നത്. അതുപോലെ 5 ആണെങ്കിൽ 4 ഇൻറ്റു 25 ഒന്ന് കുറഞ്ഞിട്ടാണ് വരുന്നത്. അതുകൊണ്ട് 25 ഇൻറ്റു n-1 ആണ് 250. നമ്മളെ ടോട്ടൽ നമ്പർ ഓഫ് റൺസ് n ആണെങ്കിൽ അതിൽ നിന്ന് ഒന്ന് സബ്ട്രാക്ട് ചെയ്തിട്ട് അതേ ഇൻറ്റു 25 ചെയ്താൽ കിട്ടുന്നതാണ് എന്ത്, 250. അപ്പോൾ n-1 എന്ന് പറയുന്നത് 250/25. n ഈക്വൽ ടു, അതായത് 250/25 എന്ന് പറഞ്ഞാൽ 10, n-1. അപ്പോൾ 10 + 1 11 കിട്ടും. നമുക്ക് 11 റൺസ് ഉണ്ടാവും. അപ്പോൾ n ഈക്വൽ ടു 11. ഇനി വാട്ട് ഈസ് ലെങ്ത് ഓഫ് വുഡ് റിക്വയർഡ് ഫോർ ദ റൺസ്? അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് SN ആണ്. SN എന്ന് പറയുന്നത് 11/2 ഇൻറ്റു A + AN. A എന്താണ് ഇവിടെ 45 + 25. അപ്പോൾ 11/2 ഇൻറ്റു ഇത് 70 വരും. 35 ഇൻറ്റു 11, 5, 3, 5, 3. അപ്പോൾ 385. അപ്പോൾ ലെങ്ത് ഓഫ് വുഡ് എന്ന് പറയുന്നത് 385 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് 3 ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അതുപോലെ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യുക.